തിരിച്ച് പാർക്കിൽ നിന്നുള്ള യാത്രയിൽ അവൾ അവനെ തൊടാതെയാണ് ബൈക്കിലിരുന്നത്. അതെ, ബൈക്കിലിരിക്കുമ്പോൾ കുറച്ച് റൊമാൻസ് ആവാം. എന്നെ പിടിച്ചുകൊണ്ട് ഇരുന്നൂടെ? അമീർ ചോദിച്ചു. ഓ പിന്നെ, എനിക്കൊന്നും അറിയില്ല. അവൾ പറഞ്ഞു തരും മുമ്പ് അവനൊരു ഹമ്പിൽ മനഃപൂർവ്വം ചാടി. അവളൊന്നാകെ അവൻ്റെ പുറകിലേക്ക് അമർന്നു. ഇത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾക്ക് നാണം വന്നു. തിരിച്ചു കോളേജിൽ അവളെ ഇറക്കി വിട്ടപ്പോൾ പോകാൻ നിന്ന പെണ്ണിൻ്റെ കയ്യിൽ അവൻ പിടിച്ചു നിർത്തി. 2 ദിവസമായി ഞാനും ഉഴപ്പാണ്. ഇന്ന് പഠിക്കണം. നീ എൻ്റെ കോൺസെൻട്രേഷൻ കളയരുത്. പിന്നെ നിന്റെ നമ്പർ എൻ്റെ കയ്യിലില്ല. അവൻ പറഞ്ഞതും അവൾ വേഗം തൻ്റെ ഫോൺ അവന് നേരെ നീട്ടി. ഞാൻ ഇതിൽ നിന്നും മിസ് കോൾ കൊടുത്തിട്ടുണ്ട്. എന്താ സേവ് ചെയ്യേണ്ടത്? അവൻ ചോദിച്ചു. അമ്മി എന്നിട്ടോ? അവൾ നാളത്തോടെ പറഞ്ഞു. ഇപ്പോൾ അമ്മി എന്നിട്ടോ? ഞാൻ പിന്നെ വേറെ പേര് ആലോചിച്ച് പറയാം. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് പോയി. ഇതെല്ലാം കണ്ട് ഞെട്ടി കിളിപോയി നിൽക്കുകയാണ് അച്ചു. അവളെയും വലിച്ച് ഗ്രൗണ്ടിൽ മരച്ചോട്ടിലിരിക്കുമ്പോൾ അവളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നൽകാനുള്ള ശ്രമത്തിലായിരുന്നു റോസ്. ക്ലാസ്സും കട്ട് ചെയ്ത് നീ ഉച്ചവരെ അവൻ്റെ കൂടെയായിരുന്നു അല്ലേ? അച്ചു ഞെട്ടലോട് ചോദിച്ചു. അതെ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നീ ഇത് ആരോടും പറയരുത്. ഇന്നലെ രാത്രി സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. സ്വല്പം നാളത്തോടെ അവൾ പറഞ്ഞതും അച്ചുവിൻ്റെ ഹൃദയം പടപട എന്ന് മിടിക്കാൻ തുടങ്ങി. ഒന്ന് വേഗം പറഞ്ഞു തുലയ്ക്കോ, എനിക്ക് ടെൻഷനായി. അവൾ നഖം കടിച്ചുകൊണ്ട് പറഞ്ഞതും റോസ് പിന്നെ നടന്ന എല്ലാ കാര്യങ്ങളും അവൾക്ക് ഓരോന്നായി വിശദീകരിച്ചു. റോസേ, എനിക്കിത് പണിയാവും എന്ന് തോന്നുന്നു. ആ ചെറുപ്പം ഒരിക്കലും നിന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതിയാണ് ഞാൻ ആദ്യം കൂടെ നിന്നത്. പക്ഷേ ഇപ്പോൾ അവനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാവുന്നുണ്ട്. ജാതി മതം മാത്രമല്ല പ്രശ്നം, പ്രായം കൂടി നീ നോക്ക്. വെറുമൊരു 19 വയസ്സുകാരൻ്റെ വാക്കുറപ്പും പിടിച്ച് നീ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? അവൾ വേവലാതിയോടുകൂടി ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ, അമീറിന് അടുത്ത മാസം 20 ആവും. പിന്നെ കാലാകാലം അവന് 19 20 അല്ലല്ലോ. ഞങ്ങൾ എന്തായാലും വിവാഹം കഴിക്കാൻ അത്യാവശ്യം സമയമെടുക്കും. അവനൊരു 25 26 ആകുമ്പോൾ എനിക്കൊരു 28 29. അപ്പോൾ കല്യാണം കഴിച്ചാൽ മതിയല്ലോ. റോസ് മറുപടി പറഞ്ഞുവെങ്കിലും ആ മറുപടി ഒട്ടും തൃപ്തികരമായിരുന്നില്ല. നീ വേദനിക്കും. നിന്റെ അമ്മ സമ്മതിക്കുമെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. നിന്റെ പപ്പ ചിലപ്പോൾ നിന്നോടൊരു ദയ തോന്നുമായിരിക്കും. പക്ഷെ പള്ളിക്കാരെയും സഭയും ഒക്കെ വെറുപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു കല്യാണം. നീ പഠിക്കുന്നത് പോലും നിന്റെ സഭയുടെ കീഴിലാണ്. അഡ്മിഷൻ പോലും നിനക്ക് കിട്ടിയത് നീയൊരു ക്രിസ്ത്യാനിയായതുകൊണ്ടാണ്. അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കൊണ്ടാണ് നീ ഇവിടെ പഠിക്കുന്നത്. അങ്ങനെയുള്ള നീ വേറെ ഒരാളെ പറ്റി ചിന്തിക്കുന്നത് പോലും തെറ്റാണ് റോസെ. അച്ചു പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നോടിനി ഒന്നും പറയല്ലേ. ഞാൻ സ്നേഹിച്ചു പോയി. കൈവിട്ടു പോയി എന്ന് കരുതിയ സ്നേഹം തിരിച്ചു കിട്ടിയപ്പോൾ ശരിക്കും ഞാൻ മതിമറന്നു. ഇനി എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റില്ല, റോസ് പറഞ്ഞു. അച്ചു അവളെ കെട്ടിപ്പിടിച്ചു. അറിയാം നീ സ്നേഹിച്ചു പോയി എന്ന്. പക്ഷേ വിധി എന്താമെന്ന് അറിയില്ല. നമുക്ക് നോക്കാം എവിടെ വരെ പോകുമെന്ന് അവളെ പുറത്ത് തലോടിക്കൊണ്ട് അച്ചു പറഞ്ഞു. വൈകുന്നേരം ടി വിയിൽ സന്തോഷത്തോടെ തൻ്റെ ഹിന്ദി സീരിയൽ കാണുകയാണ് അവൾ. ഇടയ്ക്ക് വെച്ച് നിന്നതായിരുന്നല്ലോ ഈ സ്വഭാവം. ഇപ്പോൾ വീണ്ടും തുടങ്ങിയോ? നാൻസി അവളെ കളിയാക്കുന്ന പോലെ ചോദിച്ചു. കൊച്ചു ആകെ കാണുന്നത് ഒരു സീരിയലാണ്, അത് കണ്ടോട്ടെ. നീ ഇനി അതിനെ കുറ്റം പറയണ്ട, അപ്പച്ചൻ പറഞ്ഞു. ഇതിൽ മുഴുവനും കെട്ടിപ്പിടിക്കുന്ന നായിക വീഴാൻ പോകുമ്പോൾ നായകൻ പിടിക്കുന്നതാണ്. എന്താ ഇതിൽ കഥയുള്ളത്? പൈങ്കിളി കഥ. ഇതൊക്കെ കണ്ടിട്ട് വെടക്കായാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും, നാൻസി പറഞ്ഞു. പിന്നെ അമ്മച്ചി കാണുന്ന സീരിയൽ പോലെ അമ്മായിയമ്മയ്ക്ക് പാര വയ്ക്കുന്ന കണ്ട് പഠിക്കണം. മുഴുവൻ പരദൂഷണവും അവിഹിതവും പിന്നെ ഒരു ലോഡ് മേക്കപ്പ് ഇട്ട ആൻറ്റിമാരും. അതിനും ഭേദം എൻ്റെ ഹിന്ദി സീരിയലാണ്. കഥയുണ്ട്, മ്യൂസിക്കുണ്ട്, നായികയുടെ കുറച്ചു നല്ല കോസ്റ്റ്യൂമെങ്കിലും കാണാം. ദേഷ്യത്തിൽ അവൾ പറഞ്ഞതും നാൻസി പുച്ഛം കാണിച്ച് അവിടെ നിന്ന് പോയി. സീരിയൽ കഴിഞ്ഞതും വേഗം തൻ്റെ മുറി കയറി ഫോൺ തുറന്നു നോക്കി. ഒരു മെസ്സേജ് പോലും ഇട്ടില്ല. അൺറൊമാൻറ്റിക് മൂരാച്ചി, അവൾ ദേഷ്യത്തിൽ പറഞ്ഞ് കുറച്ചുനേരം ഫോൺ മാറ്റിവെച്ച് അവളും പഠിച്ചു. രാത്രി ഒരു 11:45 അവളുടെ ക്ഷമ പോയി. രണ്ടും കൽപ്പിച്ച് അവനെ മിസ് കോൾ അടിച്ച് ജനം തുറന്നു നോക്കി. നിമിഷ നേരം കൊണ്ട് അവൻ ജനം തുറന്നു. റോസമ്മേ, ഉറങ്ങിയില്ലേ? അവളെ നോക്കിക്കൊണ്ട് ബാൽക്കണി നടന്ന് അവൻ അവിടെ നിൽക്കുമ്പോൾ അവൾക്ക് കുറച്ചുകൂടി അവനെ വ്യക്തമായി കാണാം. നീ എന്താ വിളിക്കാത്തേ? അവൾ പരിഭവം പറഞ്ഞു. നിന്റെ തൊട്ടടുത്ത് തന്നെയില്ലേ പെണ്ണെ ഞാൻ. ഇന്ന് ഉച്ചയ്ക്കല്ലേ നിന്നെ ഞാൻ കണ്ടത്, അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് കാമുകനായാൽ വിളിക്കണം. സിനിമയിൽ കണ്ടിട്ടില്ലേ? അവൾ ചോദിച്ചു. നിന്റെ മമ്മ പറഞ്ഞിട്ടുണ്ട് മോൾക്ക് കുറച്ച് സീരിയലും സിനിമയും കാണൽ കൂടുതലാണ്. ഒരക്ഷരം പഠിക്കില്ല. കഷ്ടപ്പെട്ട് സിസ്റ്റർമാരോട് കാൽ പിടിച്ച് വാങ്ങിയ നേഴ്സിംഗ് സീറ്റ് ആണെന്നൊക്കെ അമ്മി പറഞ്ഞതും റോസിൻ്റെ മുഖം വാടി. ഈ അമ്മച്ചി ഇതൊക്കെ പറഞ്ഞു? റോസ് ചോദിച്ചു. എന്നോടല്ല, ഉമ്മയോട് പറയുന്നത് കേട്ടു. പഠിക്കണം കേട്ടോ. എന്നെ കെട്ടി വീട്ടിലിരിക്കാനുള്ള പ്ലാനൊന്നും വേണ്ട. എൻ്റെ പെണ്ണൊരു ജോലിക്കാരിയാവുന്നതാ എനിക്കിഷ്ടം. ഞാൻ ഡോക്ടറാവുമ്പോൾ നീ നേഴ്സ്. ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ നല്ല രസം, അമീർ പറഞ്ഞു. അവൻ പറഞ്ഞ എൻ്റെ പെണ്ണ് എന്ന പ്രയോഗത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നൈറ്റ് ഡ്യൂട്ടി എടുക്കാം, അവൾ പറഞ്ഞു. നൈറ്റ് ഡ്യൂട്ടി അല്ലെങ്കിലും നീ എൻ്റെ കൂടെ തന്നെയാവും, അമീർ വശലം ചൊവ്വയിൽ പറഞ്ഞതും പെണ്ണ് വീണ്ടും നാണിച്ചു.
ഇങ്ങനെ ചുമക്കല്ലേ റോസേ, എനിക്ക് ബാൽക്കണിയിൽ നിന്ന് അങ്ങോട്ടേക്ക് ചാടേണ്ടി വരും. അവൻ അവളുടെ മുഖം കണ്ടുകൊണ്ട് പറഞ്ഞു. അമ്മി, തമാശ പറയല്ലേ, ഞാൻ വെക്കുക, നാളെ കാണാം, അവൾ പറഞ്ഞു. പോണോ? അവൻ കൊഞ്ചു ചോദിച്ചു. പോവാതെ പിന്നെ, അവൾ പറഞ്ഞു. എങ്കിൽ പിടിച്ചോ എൻ്റെ പെണ്ണിന് എൻ്റെ വക ഒരു ഉമ്മ. അവൻ അവളെ നോക്കിക്കൊണ്ട് ഫോണിൽ ചുണ്ടമർത്തിയതും അവൾ വേഗം ജനലടച്ചു. എന്തിനാ നീ ജനലടച്ചത്? ഇഷ്ടമായില്ലേ? അമ്മി ചോദിച്ചു. എനിക്കിതൊന്നും ശീലമില്ല, അവൾ വെപ്രാളത്തോടെ പറഞ്ഞു. ശീലമാവണം. ഞാൻ ഇനി അധികം നാൾ ഇവിടെ ഇല്ല. ഇനി ബാക്കിയുള്ള കാലം ഇതുപോലെ ഫോണിലാവും നമ്മൾ പ്രണയിക്കുക. ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നീ റെഡിയാവണം. നമ്മുടെ ഭാവി നമ്മുടെ കയ്യിലാണ്. അവൻ പറഞ്ഞതും അവൾക്ക് പെട്ടെന്ന് വിഷമം തോന്നി. ഇനി കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അവൻ പോകും. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ചെറുതായി അവൾ കരയാൻ തുടങ്ങി. കരയാൻ പറഞ്ഞതല്ല, യാഥാർത്ഥ്യം അതാണ്. നീ പോയി ഉറങ്ങിക്കോ, ഞാൻ കുറച്ചു നേരം കൂടി ഒന്ന് പഠിക്കട്ടെ. പിന്നെ നീ ഇങ്ങനെ കരഞ്ഞ പോലെ പോയാൽ എൻ്റെ മൂടും പോകും. നമ്മളെല്ലാം സോൾവ് ആക്കും. നീ എനിക്കൊരു ഉമ്മ തന്നിട്ട് പോയാൽ ഡബിൾ എനർജിയിൽ ഞാൻ പഠിക്കും. എൻ്റെ കുട്ടിക്ക് സുഖമായിട്ട് ഉറങ്ങാനും പറ്റും. ആമി പറഞ്ഞതും അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. ഐ ലവ് യു അമ്മി, ഉമ്മ. അവൾ നീട്ടിക്കൊണ്ട് ഒരു ചുംബനം ഫോണിൽ നൽകിയതും അവൻ്റെ മനസ്സ് നിറഞ്ഞുപോയി. ചെറിയൊരു പുഞ്ചിരി അവൻ്റെ ചുണ്ടിൽ നിറഞ്ഞു. എൻ്റെ പെണ്ണ് ഉറങ്ങിക്കോ, ഒരു ടെൻഷനും വേണ്ട. എല്ലാ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തോളാം. എൻ്റെ കൂടെ നിൽക്കണം. ആ ഒരു വാക്ക് മാത്രം തെറ്റിക്കാതിരുന്നാൽ മതി. അവൻ ഗൗരവത്തോടെ അവസാന വാചകം പറഞ്ഞതും ശരിയെന്ന അർത്ഥത്തിൽ മൂളിക്കൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്തു. ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. അമീറിൻ്റെ പഠിത്തവും അവളുടെ ക്ലാസ്സും കാരണം അവർക്ക് രാത്രി ജനൽക്കൂടി നോക്കിയുള്ള ഫോൺ വിളിയേ ഉണ്ടായിരുന്നുള്ളൂ. അതും അവൻ വേഗം വയ്ക്കും. എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന ചെറുക്കനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് അവൾക്ക് തോന്നി. അങ്ങനെ ഒരു ഞായറാഴ്ചയായി. പീരീഡ്സ് ആണെന്ന് പറഞ്ഞ് അവൾ പള്ളിയിൽ പോയില്ല. പതിയിലും കൂടുതൽ വയറുവേദന ഉണ്ടെന്ന് അവൾ അഭിനയിച്ചു. അതുകൊണ്ട് തന്നെ പപ്പയും മമ്മിയും നിർബന്ധിച്ചില്ല. ഇന്നലെ അമീറിൻ്റെ ഉമ്മ മലപ്പുറത്തേക്ക് പോയിരിക്കുകയാണ്. അവരുടെ ഏതോ ബന്ധു മിംസിൽ അഡ്മിറ്റാണെന്നും അതുകൊണ്ട് ഒരു ദിവസം കഴിഞ്ഞ് വരുള്ളൂ എന്ന് അവൻ പറഞ്ഞിരുന്നു. അപ്പനും അമ്മയും തങ്ങളുടെ മാരുതി 800 എടുത്ത് പള്ളിയിലേക്ക് പോയി എന്ന് കണ്ടതും അവൾ വേഗം കണ്ണാടി പോയി നോക്കി. തലേന്നിട്ട അമ്മച്ചിയുടെ മാക്സി ഊരി വേഗം ഒരു ഷർട്ടും പാവാട ഇട്ടു. മുട്ടിൻ്റെ താഴേക്ക് ഇത്തിരി നീളമുള്ള പാവാട. അതൊന്ന് വയറിൻ്റെ താഴോട്ടിട്ട് അവൾ വേഗം അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ പോണിട്ടയിൽ കെട്ടിക്കൊണ്ട് ഒരു ഹിമാലയൻ ലിപ് ബാം ചുണ്ടിൽ തേച്ചു. നിറമൊന്നും ഇല്ലെങ്കിലും വെറുതെ ചുണ്ടിലത് തേച്ച് പിടിപ്പിക്കും. ഒപ്പം കണ്ണു എഴുതി ഒരു വെള്ളക്കല്ല് കൊണ്ടുള്ള പൊട്ടിയിട്ടുകൊണ്ട് ഫോൺ കൈ പിടിച്ചോടി. കോളിംഗ് ബെൽ അടിച്ചതും അവൻ തുറന്നു. ഒരു ടീഷർട്ടും ട്രൗസറുമാണ് വേഷം. കയ്യിലൊരു കുപ്പി വെള്ളവുമുണ്ട്. നീ എന്താ ഇവിടെ? അവൻ പ്രതീക്ഷിക്കാത്ത പോലെ ചോദിച്ചു. അത് അവരൊക്കെ പള്ളിയിൽ പോയി. അപ്പോൾ ഞാൻ അവനെ നോക്കി പ്രണയത്തിൽ ചാലിച്ച നാണത്തോടെ നോക്കി പറഞ്ഞു. ഓ, എന്നെ കാണാൻ വേണ്ടി ചാടിത്തുള്ളി വന്നതാണല്ലേ? വായോ. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് ഉള്ളിൽ കയറ്റി. ഒരു ചായ എടുക്കട്ടെ? അവൻ ചോദിച്ചു. അവൾ മൂളി. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? അവൻ അടുക്കളയിൽ കയറിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, അവൾ പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ അവൻ്റെ കൂടെ നിന്നു. അവൻ സോസ് പാനിൽ പാൽ പാക്കറ്റ് പൊട്ടിച്ചൊഴിച്ചുകൊണ്ട് അവളുടെ ഇടുപ്പിൽ പിടിച്ച് പൊക്കിക്കൊണ്ട് സ്ലാബിലിരുത്തി. അത് പ്രതീക്ഷിക്കാത്തതുകൊണ്ട് അവൾ ചെറുതായി ഒന്ന് ഞെട്ടി. കുറച്ച് കനമുണ്ടല്ലോ ഗുണ്ടുമണിയെ, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ? അവൾ കാര്യമായി വിഷമത്തിൽ ചോദിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി. മൂക്കിലേക്ക് നീണ്ട കണ്ണട ഒന്നുകൂടി ഉറപ്പിച്ചു വെച്ചു. എനിക്കെൻ്റെ വീട്ടിലെ ഗ്യാസ് കുറ്റിയെടുത്ത് നല്ല ശീലമുണ്ട്. അതുപോലെ തോന്നിയത് നിന്നെ എടുത്തപ്പോൾ, അവൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ്റെ തമാശ ദഹിക്കാത്തത് കൊണ്ട് തന്നെ അവൾ വിഷമത്തോടെ നിലത്തേക്ക് നോക്കി. അവൻ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചു. പെൺകുട്ടികളായാൽ കുറച്ച് കനം വേണം. എനിക്കിഷ്ടമായി ഇതൊക്കെ. അവൻ അവളുടെ ഇടുപ്പിലും മടക്കിലൊന്ന് അമർത്തി പിടിച്ചതും പെണ്ണ് കിടന്ന് പൊളഞ്ഞു. അപ്പോഴേക്കും പാൽ തിളച്ചു പൊന്താൻ തുടങ്ങി. അവൻ വേഗം അവളിൽ നിന്ന് പിടിവിട്ടുകൊണ്ട് പാലിലേക്ക് പാകത്തിന് പൊടിയിട്ടുകൊണ്ട് അവളെ നോക്കി. വല്ലതും അറിയോ? അവൻ ചോദിച്ചു. ഇപ്പോൾ ഒന്നും അറിയില്ല, ഭാവി പഠിക്കാം, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അവളെ അയ്യേ എന്ന ഭാവത്തിൽ നോക്കി. കുക്കിംഗ് ഒരു സർവൈവൽ സ്കില്ലാണ്. ആണായാലും പെണ്ണായാലും ഒരു ബേസിക് കുക്കിംഗ് അറിയണം. ഞാൻ ചെറുപ്പത്തിൽ ഉമ്മയെ സഹായിക്കാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് ഇതൊക്കെ എനിക്കറിയാം എന്ന് കരുതി ഞാൻ വലിയ ഷെഫാണെന്നല്ല. ഒരു വൺ ഡേ മീലുണ്ടാക്കി ഉമ്മയില്ലെങ്കിലും സർവൈവ് ചെയ്യാൻ എനിക്ക് പറ്റും. റോസമ്മേ, നീ പണിയെടുക്കാൻ മര്യാദയ്ക്ക് പഠിച്ചോണം. എന്നും ഞാൻ വെച്ചുണ്ടാക്കി തരണമെന്നില്ല. എനിക്ക് മടി വരും. അവൻ ചായ 2 കപ്പിലാക്കിക്കൊണ്ട് അവളെ നോക്കി പറഞ്ഞുകൊണ്ട് ഷെൽഫിൽ നിന്നും ബ്രെഡ് പാക്കറ്റ് എടുത്ത് അതിലേക്ക് ബട്ടർ തേച്ചുകൊണ്ടിരുന്നു. ഒപ്പം ഒരു ഡബിൾ ഓംലെറ്റ് കൂടി ഉണ്ടാക്കാൻ തുടങ്ങി. അവനെല്ലാം വളരെ നീറ്റായിട്ടാണ് ചെയ്യുന്നത്. എല്ലാത്തിലും ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അവൾ പതുക്കെ ചാടിക്കൊണ്ട് മുട്ട മറിച്ചിടുന്ന ചെക്കൻ്റെ പിന്നിലൂടെ പുണർന്നു. അവളുടെ ദേഹത്തിൻ്റെ മൃദുലതയും ചൂട് അറിഞ്ഞതും അമീർ ഒന്ന് വിറച്ചു. അവളുടെ പതുപത്തെ ഉണ്ടക്കയിൽ പതുക്കെ തലോടിക്കൊണ്ട് അവനൊരു നിമിഷം മിണ്ടാൻ നിന്നു. ഇക്കു, അവൾ കൊഞ്ചലോടെ വിളിച്ചു. എന്തോ? അവൻ പ്രണയത്തോടെ മൊഴിഞ്ഞു. ശരിക്കും നീ എന്നേക്കാൾ കുഞ്ഞു ചെറുപ്പനാണോ?
എത്രത്തോളം പക്വതയിലാണ് നീ സംസാരിക്കുന്നത്. ഞാൻ ഒരുപാട് കൊച്ചുകുട്ടിയാണ് എന്ന് തോന്നുക, റോസ് പറഞ്ഞു. അവൻ അവളെ മുന്നിലേക്ക് പിടിച്ചു നിർത്തി. ഗ്യാസ് ഓഫ് ചെയ്തുകൊണ്ട് അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് തനിക്ക് നേരെ മുഖം പൊക്കി. റോസമ്മേ, എൻ്റെ ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റക്കുട്ടിയാണ്. ഉപ്പ ഗൾഫിലായതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മക്ക് ഞാൻ മാത്രമേ ഉള്ളൂ തുണ. ചെറുപ്രായത്തിൽ ഞാൻ ആ വീട്ടിലെ ഗൃഹനാഥനെ പോലെയാണ് വളർന്നത്. നിന്നെപ്പോലെ എനിക്ക് ചെല്ലക്കുട്ടിയായി വീട്ടിലിരിക്കാൻ പറ്റിയിട്ടില്ല, അവൻ പറഞ്ഞു. അവൾ അതിന് വേഗം തലയാട്ടിക്കൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് കോഫി എടുത്ത് ടേബിളിലേക്ക് പോയി. അവനും പ്ലേറ്റിൽ ബ്രെഡ് റോസ്റ്റ് ഓംലെറ്റ് എടുത്തു പോയി. അവളെ കഴിപ്പിക്കാനും അവളെ കളിയാക്കാനും അവന് നല്ല ഇഷ്ടമാണ്. അവളെ ചിണുങ്ങുമ്പോൾ ഉണ്ടൊക്കെ അവളെ പിടിച്ചു വലിക്കും അവൻ. കഴിച്ച ശേഷം അവൻ അവളുടെ കൈ പിടിച്ച് റൂമിൽ കയറി. സ്റ്റഡി ടേബിൾ ചുറ്റും സ്റ്റിക്കി നോട്ട്സ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അവൾ അതെല്ലാം നോക്കി. എന്തായി പ്രിപ്പറേഷൻ, അവൾ ചോദിച്ചു. ലാസ്റ്റ് റിവിഷനാണ്, എല്ലാം കംപ്ലീറ്റഡ് ആണ്. ഇനി ഭാഗ്യം കൂടി ഉണ്ടെങ്കിൽ ഞാൻ മെഡിസിൻ സീറ്റ് വാങ്ങും, അമീർ പറഞ്ഞു. ഡോക്ടർ അമീർ, കേൾക്കാൻ തന്നെ ഒരു പവറുണ്ട്, അവൾ പറഞ്ഞതും അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ബെഡിലിരുന്നു. ഒപ്പം അവളെ പിടിച്ച് തൻ്റെ മടിയിലിരുത്തി. അവൾ പേടിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ പോയതും അവനെ ഒന്നുകൂടി മുറുക്കി പിടിച്ചു. കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കി, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്, അവൻ പറഞ്ഞു. അവൾ തലയാട്ടി. അവൻ അവളുടെ നെറ്റിയിലൊന്ന് നുകർന്നു. അമി, എന്താ പെട്ടെന്ന് മുഖത്തൊരു മൂഡ് ഓഫ്? അവൾ അവൻ്റെ മടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ മുഖം കോരിയെടുത്തുകൊണ്ട് ചോദിച്ചു. ഇനി ഏറിപ്പോയാൽ 3 അല്ലെങ്കിൽ 4 ദിവസമേ കാണുകയുള്ളൂ. ഉമ്മ വന്നു കഴിഞ്ഞാൽ എല്ലാം പാക്ക് ചെയ്യും. ഞാൻ തിരിച്ചു പോകും റോസ്. ഈ കോട്ടയും നീയും എല്ലാം എനിക്ക് മിസ്സാവും, അവൻ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. അവളെ എന്തോ കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ട പോലെ കണ്ണു നിറച്ച് അവനെ നോക്കി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവനവളെ മുറുക്കി പിടിക്കാൻ തോന്നി. അവളെ വിട്ട് പോകേണ്ട എന്ന് ഉള്ളിൽ പറയുന്ന പോലെ. അവൻ പെണ്ണിനെ ഞെക്കി പിടിച്ചുകൊണ്ട് ഇരുന്നു. കുറച്ചു നേരം അവളുടെ കണ്ണുകളും നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ പിന്നെ ബിസിയാവും, എന്നാലും നിന്നെ ഞാൻ വിളിക്കും. നിന്നോടൊരു 5 മിനിറ്റ് പോലും സംസാരിക്കാതെ എനിക്ക് ഇപ്പോൾ ഉറങ്ങാൻ കഴിയില്ല പെണ്ണെ. കോഴിക്കോടാണ് എക്സാം സെൻറ്റർ. 2-3 ദിവസത്തിനുള്ളിൽ പരീക്ഷ കഴിയും. പിന്നെ ഞാൻ ഫ്രീയാ. എൻ്റെ ഫോൺ നീ എടുക്കണേ. ഞാൻ രാത്രി മാത്രമേ വിളിക്കൂ, പിടിക്കാതെ നോക്കണേ, അമീർ പറഞ്ഞു. അവൾക്ക് അപ്പോൾ മാത്രം അവൻ്റെ ഉള്ളിൽ ഒരു കൊച്ചു കുഞ്ഞുള്ളതുപോലെ തോന്നി. അമ്മി വിളിച്ചാൽ മതി, ഞാൻ നോക്കിക്കോളാം, അവൾ പറഞ്ഞു. കാണാതെ ആവുമ്പോൾ എന്നെ മറക്കൂ റോസ്നി. ഞാൻ ചെറിയ ചെക്കനാണ് എന്നൊക്കെ തോന്നൂ, അവൻ തൻ്റെ ഉള്ളിൽ വിഷമം ചോദിച്ചു. മറക്കാനോ? എനിക്കൊരിക്കലും നിന്നെ മറക്കാൻ പറ്റില്ല. എൻ്റെ ഉണ്ണിയേശുവിന് മാത്രമേ അറിയൂ നിനക്ക് വേണ്ടി ഞാൻ എത്ര കരഞ്ഞിട്ടുണ്ടോ എന്ന്, അവൾ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ നീ മാത്രമാണോ പ്രാർത്ഥിച്ചു നേടിയത്? ഞാനെന്നും നിന്നെ എൻ്റെ ദുആയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റോസ്. എനിക്കും എൻ്റെ ഉമ്മയ്ക്കും വാപ്പിക്കും, പിന്നെ ഇപ്പോൾ നിനക്കും വേണ്ടിയാ. ഇപ്പോൾ ഓരോ നിസ്കാരത്തിലും ഞാൻ ഓർക്കാറ്. എനിക്ക് വേണ്ടപ്പെട്ടവരിൽ ഇപ്പോൾ നീയുമുണ്ട് റോസ്, അവൻ പറഞ്ഞു. അമി, ഭാവിയിൽ എന്തു ചെയ്യും? ആലോചിക്കുമ്പോൾ പേടിയാവുന്നു. ഈ മതം ശരിക്കും ഒരു പ്രശ്നമാണ്, അവൾ പറഞ്ഞു. റോസ്, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, നീയായിട്ട് നിന്നോ, ഞാൻ ഞാനായിട്ടും എനിക്ക് തോന്നുന്നില്ല. സ്നേഹിക്കുന്നവരെ പിരിക്കണമെന്ന് ഏതെങ്കിലും പഠിച്ചോ പറയുമെന്ന് അവൻ പറഞ്ഞു തീർന്നതും അവൾ ഒന്നുകൂടി അവൻ്റെ നെഞ്ചിൽ ചുരുണ്ടുകൂടി. ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോഴാ എനിക്ക് വിഷമം, അമ്മി എന്തോ ഓർത്തുകൊണ്ട് പറഞ്ഞു. അതെന്താ, അവൾ ചോദിച്ചു. ഇനിയൊന്ന് തൊടാൻ തോന്നിയാൽ ഞാൻ മലപ്പുറത്ത് നിന്ന് വണ്ടിയെടുത്ത് വരണ്ടേ? 5-6 മണിക്കൂറുണ്ട്. നിനക്ക് അവിടെ എങ്ങനെ പഠിച്ചാൽ മതിയായിരുന്നു, ആമി പറഞ്ഞു. അത് കേട്ട് അവൾ ചിരിച്ചു. എന്തേ നിനക്ക് തോന്നാറില്ലേ എന്നെ തൊടാൻ? അവൻ പുരി ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. ദാ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് മുറുക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കാൻ തോന്നിയിട്ടുണ്ട്, അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞതും അവൻ അവളുടെ നെറ്റിയിൽ വീണ്ടും മുത്തി. ഇടയ്ക്കിടയ്ക്ക് വരാൻ കേട്ടോടി. കോച്ചിങ് സെൻറ്ററിലെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി ആണെന്ന് പറയാം. ബൈക്കിലോ ട്രെയിനിലോ എങ്ങനെ വേണമെങ്കിലും വരാം, അവൻ പറഞ്ഞു. തട്ടമിട്ട പെൺകുട്ടികളെ കണ്ട എന്നെ മറക്കോ? എനിക്ക് ശരിക്കും പേടിയാ നിന്നെ അങ്ങോട്ട് വിടാൻ, റോസ് പറഞ്ഞു. പിന്നെ നീ ഒന്ന് പോയേ, തട്ടയിട്ടവരുടെ കൂടെ ജീവിച്ചു വളർന്നവനെ ഞാൻ. അതുകൊണ്ടൊന്നും വീഴില്ല. കേട്ടിട്ടില്ലേ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. എനിക്ക് നിന്നെപ്പോലെയുള്ള കുട്ടിയാണ് ഇഷ്ടം. പാവം പിടിച്ച വട്ടക്കണ്ണടിയിട്ട ഉണ്ടക്കവിലുള്ള തടിച്ചുകുട്ടിയെ അവൻ അവളുടെ കവിളി പിടിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ തടി കുറയ്ക്കും, അവൾ പറഞ്ഞു. അയ്യോ, ഒന്നും കുറയ്ക്കല്ലേ, ചുമ്മാ പറഞ്ഞതാ. അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ചതും അവളവനെ നോക്കി കണ്ണു കൂർപ്പിച്ചു. ഈ അമ്മി പിച്ച് അവിടെ മുറിഞ്ഞു കാണും, അവൾ പറഞ്ഞതും അവൻ അവളുടെ ഷർട്ട് പൊക്കി നോക്കാൻ തുടങ്ങിയതും അവളവൻ്റെ കയ്യിൽ പിടിച്ച് തടഞ്ഞു. ഡാ ചെക്ക, വിളിച്ചിലെടുക്കരുത്, അവൾ കണ്ണടയൊന്ന് നേരെയാക്കിക്കൊണ്ട് പറഞ്ഞതും അമ്മി അവളെ ബെഡിൽ മറിച്ചിട്ടു. അവളുടെ നെറ്റിയിൽ പതുക്കി ചുംബിച്ചു. അവൻ്റെ അത്തറിൻ്റെ മണം മൂക്കിലടിച്ചതും അവളത് മൂക്കുകൊണ്ട് വലിച്ചെടുത്തു. പതുക്കെ കഴുത്തിലായി മുഖം പൂഴ്ത്തി അവളെ കെട്ടിപ്പിടിച്ച് കിടന്നു അവൻ. ഞാനിപ്പോൾ ഒന്നും നിന്നെ മോശമായി ചെയ്യാൻ പോണില്ല റോസ്. എന്തോ എൻ്റെ പ്രായവും നിൻ്റെ പ്രായവും അതിന് പറ്റിയതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പ്രണയം അത് എനിക്ക് നിന്നോടുണ്ട്. കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും എല്ലാം തോന്നുന്നുണ്ട്. അതിൽ കൂടുതൽ തോന്നിയാലും
അമീർ ഇപ്പോൾ ഒന്നും നിന്നെ ചെയ്യില്ല, അത് വാക്കാ. അവൻ അവളുടെ കണ്ണിൽ നോക്കി പറഞ്ഞതും അവൾ അവൻ്റെ ചുണ്ടിലായി മുത്തി. അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. എന്തിനു ഉമ്മ വെച്ച് അവൻ ചോദിച്ചു. ഈ പാവം ചെക്കന് എനിക്ക് തന്നെ കിട്ടിയതുകൊണ്ട് അവൾ പറഞ്ഞു. പാവം ഒന്നുമല്ല, പക്ഷെ നിന്നോട് കൂടുതൽ സ്വാതന്ത്ര്യം കാട്ടി പെരുമാറാൻ തോന്നുന്നില്ല. സ്വന്തം കാലിൽ നിൽക്കട്ടെ ഞാൻ, എന്നിട്ട് ഞാൻ എൻ്റെ ആക്കുന്നുണ്ട് ഉണ്ടപ്പക്രുവിന്, അവൻ പറഞ്ഞു. അവൾ നാണത്തിൽ പൊറിഞ്ഞ പുഞ്ചിരി നൽകി. എന്നെ എന്നെ ഇട്ടിട്ട് പോവില്ലല്ലോ മോഹിപ്പിച്ചിട്ട്, പിന്നെ മുങ്ങില്ലല്ലോ, അവൻ കുസൃതി ചോദിച്ചു. അമ്മി മുങ്ങാതെ ഇരുന്നാൽ മതി, പെണ്ണ് മുഖം കറുപ്പിച്ചു പറഞ്ഞതും അവൻ അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചു. നിന്നെ ഞാൻ എൻ്റെ ബീവി ആക്കിയിരിക്കും, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, ഞാൻ പോട്ടെ, സമയമായി, അവർ വരും, റോസ് പറഞ്ഞു. പോണ്ട, അവൻ അവളെ പിടിച്ചുകൊണ്ട് കിടന്നു. ഇപ്പോൾ പോയില്ലെങ്കിൽ പ്രശ്നമാവും കേട്ടോ, അവൾ പറഞ്ഞു. ഇപ്പോൾ പോയാൽ പിന്നെ എപ്പോഴാണ് വരിക? പിന്നെ ഇതുപോലെ എനിക്ക് എന്തോ മനസ്സിലൊരു ടെൻഷൻ, അവൻ അതും പറഞ്ഞുകൊണ്ട് അവളുടെ കഴുത്തിൽ മുഖമർത്തി. ചെറുതായി അവളുടെ കഴുത്തിൽ അവൻ്റെ കണ്ണുനീർത്തുള്ളികൾ വീണപ്പോൾ അവൾ അവൻ്റെ മുഖം തിരിച്ചു. അയ്യേ, ഇത്ര വലിയ ചെക്കൻ കരയേ, അയ്യേ, അവൾ പറഞ്ഞതും അമ്മ അവളിൽ നിന്ന് എഴുന്നേറ്റ് വേഗം കണ്ണു തുടച്ചു. ആര് പറഞ്ഞു ഞാൻ കരഞ്ഞു എന്ന്? കണ്ണിൽ കരട് വീണതാ, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. അവൾക്ക് ശരിക്കും ഇപ്പോൾ അവനിലൊരു 19 വയസ്സുള്ള കൗമാരക്കാരനെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. ആളെത്ര പക്വത ഉത്തരവാദിത്വം കാട്ടി സംസാരിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ അവനൊരു കുഞ്ഞാണ് എന്ന് അവൾക്ക് തോന്നി. അവൾ അവനെ മാറോടണച്ചു. എനിക്ക് വിഷമമില്ലാഞ്ഞിട്ടല്ലല്ലോ, പരീക്ഷ എഴുതി വലിയ ഡോക്ടർ ആവാനല്ലേ, ജോലിയെല്ലാം ശരിയായല്ലേ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ, അവൾ പറഞ്ഞതും അവൻ അതേയെന്ന പോലെ തലകുലുക്കി. അവളുടെ നെഞ്ചിലേക്ക് മുഖമർത്തി കിടന്നുകൊണ്ട് തന്നെ അവൻ അവളുടെ കൈവിരലെ ഓരോന്ന് പിടിച്ചു ചുംബിച്ചു. റോസമ്മേ, നിനക്കെത്ര കുഞ്ഞുങ്ങൾ വേണം? അവൻ ചോദിച്ചു. 1 2 അവൾ ആലോചനയോടെ പറഞ്ഞതും അവൻ ഗൗരവത്തിൽ മുഖം അവളുടെ മേലിൽ നിന്നും എടുത്തു. 1 2 പോരാ, എനിക്കൊരു 4 5 പിള്ളേരെ വേണം. ഞാൻ ഒറ്റമോനായതുകൊണ്ട് എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. വീട് നിറച്ച് കുട്ടികൾ വേണം, അവൻ പറഞ്ഞു. എന്നാൽ അമ്മി തന്നെ പ്രസവിക്കി, അവൾ ദേഷ്യത്തിൽ പറഞ്ഞു. ഞാൻ പ്രസവിക്കില്ല, പക്ഷെ നിന്നെ പ്രസവിപ്പിക്കും. എനിക്ക് ആലോചിക്കാൻ വയ്യ റോസ്. അപ്പോൾ ഒന്നുകൂടി ഗുണ്ടുമണിയാവും, കൂടെ ഒക്കത്ത് വേറെ 2 ഗുണ്ടുമണികൾ, എല്ലാവർക്കും കൂടിയുള്ള റേഷൻ എൻ്റെ ചിലവാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവൻ്റെ കയ്യിൽ നുള്ളി. ഞാൻ പോവാ, നീയും നിൻ്റെ ഗുണ്ടുമണികളും അവിടെ ഇരിക്കി. അവൾ ദേഷ്യത്തിൽ പോകാൻ നിന്നതും അവൻ പിന്നിലൂടെ അവളെ പിടിച്ചതും അറിയാതെ അവളുടെ ബ്രാസ് ട്രാപ്പിൽ ആയിപ്പോയി. പെട്ടെന്ന് പിടിവിട്ടതും റബ്ബർ ബാൻഡ് വലിച്ചു വിട്ട പോലെ ഒരു സൗണ്ട് വന്നതും അവൾ ഞെട്ടലോടെ അവനെ തിരിഞ്ഞു നോക്കി. വേഗം ഭിത്തിയിലേക്ക് ചേർന്ന് അവനെ നോക്കി പേടിപ്പിച്ചു. അവനാണെങ്കിൽ അറിയാതെ പിടിച്ച ഷോക്കിലായിരുന്നു. ഞാൻ ഡ്രസ്സാണ് കരുതി, എനിക്ക് അറിയില്ല, സോറി, അവൻ പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല. അവൻ്റെ വരിയിൽ സ്റ്റാപ്പ് കൊളുത്ത് വിട്ടിരുന്നു. പതുക്കെ തിരിഞ്ഞു നിന്നുകൊണ്ട് തന്നെ വേഗം കൊളുത്തിട്ടുകൊണ്ട് അവിടെ നിന്ന് ഒരു ഓട്ടം ഓടി റോസ്. അമീറാകെ ചമ്മിയ പോലെ ഇരുന്നു. അവൾ തന്നെ തെറ്റിദ്ധരിച്ചു എന്ന ചിന്ത അവൻ്റെ ഉള്ളിൽ വേട്ടയാടി. രാത്രി തന്നെ അവളെ വിളിച്ചു ക്ഷമ പറയണം എന്നു കരുതി അവൻ.